സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബീൻസ് തോരനാണ്. സിമ്പിളായിട്ട് ബീൻസ് തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതിന് ഒരു 300 ഗ്രാം ബീൻസാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് സവാളയും 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ക്ലീനാക്കിയ ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. ബീൻസ് ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാളയും ചെറുതായിട്ട് കൊത്തി അരിയുന്ന പോലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പച്ചമുളകും ചെറുതായിട്ട് വട്ടത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് പൊട്ടി വന്ന ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകും സവാളയും തവികൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും കൂടി ചേർത്ത് കൊടുക്കാം. തോരൻ ആവശ്യമായ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് തവി കൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. തോരനെ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതില്ല. ബീൻസിലുള്ള വെള്ളം കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഒരടപ്പ് കൊണ്ട് അടച്ചു കൊടുത്ത് 1 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി തോരനിൽ ചേർക്കുന്നതിനാവശ്യമായ തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. ഇതിനായിട്ട് 1 കപ്പ് തേങ്ങയാണ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അടപ്പ് മാറ്റി ബീൻസ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആവി കയറിയ ബീൻസിനുള്ളിലെ വെള്ളമെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട്. വാടി വന്ന ഈ ബീൻസിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങയെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം തേങ്ങയെ ഒന്ന് കവർ ചെയ്യുന്ന പോലെ ബീൻസ് അതിൻ്റെ പുറത്തേക്കിട്ട് എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം. തേങ്ങയുടെ പച്ചമണം മാറി കിട്ടുന്നതിന് വേണ്ടി അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അര മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി പറ്റി കിട്ടാനുണ്ട്. ഒരു അര മിനിറ്റും കൂടി അടച്ചു വെച്ച് വെള്ളമെല്ലാം പറ്റിച്ചെടുക്കാം. അര മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി തുറന്ന് നോക്കാം. വെള്ളമെല്ലാം പറ്റി നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞു പോകാതെ വേണം തോരൻ തയ്യാറാക്കിയെടുക്കാൻ. കുട്ടികൾക്കൊക്കെ ചോറിൻ്റെ കൂട്ടത്തിൽ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. ബീൻസ് തോരൻ നിങ്ങൾ ഈ രീതിയിലല്ല തയ്യാറാക്കുന്നതെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.